വിദ്വേഷ പരാമർശ കേസിൽ ടി.ജി. മോഹൻദാസിനെ ഇപ്പോൾ വഞ്ചിയൂർ കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. എസ്.എഫ്.ഐയുടെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടു. എസ്.എഫ്.ഐ മുദ്രാവാക്യം വിളിച്ചു, അവർ കരിങ്കൊടി പ്രതിഷേധം നടത്തി. വർഗീയവാദികൾക്ക് കേരളത്തിന്റെ മണ്ണിൽ സ്ഥാനമില്ല എന്നുള്ള മുദ്രാവാക്യമാണ് എസ്.എഫ്.ഐ ഉയർത്തിയത്. ഒപ്പം ടി.ജി. മോഹൻദാസിനെ പിടികൂടാൻ തയ്യാറായ കേരള പോലീസിനെ എസ്.എഫ്.ഐ അഭിനന്ദിക്കുന്നു എന്നുകൂടി അവർ പറഞ്ഞു. വഞ്ചിയൂർ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇപ്പോൾ ഹാജരാക്കിയിട്ടുള്ളത്. ടി.വി. പ്രസാദ് നമുക്കൊപ്പം വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. പ്രസാദ്, കോടതി നടപടികൾ ആരംഭിച്ചോ? ഒപ്പം കോടതിയിൽ ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങൾ, പ്രത്യേകിച്ച് പ്രോസിക്യൂഷൻ എന്താണെങ്കിലും കസ്റ്റഡിയിൽ ആവശ്യപ്പെടും, പോലീസും അത് തന്നെയായിരിക്കും ആവശ്യപ്പെടുക. പ്രായം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാമ്യം നൽകണം എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ പ്രതിഭാഗത്തിന്റെ ആവശ്യം. അപ്പോൾ ടി.ജി. മോഹൻദാസ് നേരത്തെ പ്രസാദ് ചൂണ്ടിക്കാണിച്ച പോലെ പലതവണ ഇന്നലെ മുതൽ മാധ്യമങ്ങൾ പ്രതികരണം ചോദിക്കുന്നുണ്ട്. മാധ്യമങ്ങളുടെ ഒരൊറ്റ വാക്ക് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ടി.ജി. മോഹൻദാസ് കോടതിയോട് എന്തെങ്കിലും പറയുമോ? എന്താണെങ്കിലും മാപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റബോധമോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ആ വലിയ വിദ്വേഷം പറഞ്ഞിട്ടുള്ള ആ വീഡിയോ റിമൂവ് ചെയ്തിട്ടില്ല. ഇപ്പോഴും അത് മോഹൻദാസിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ കാണാം. അത് സജീവമാണ്, അത് റിമൂവ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതിന്റെ സൂചനയായി കൂടി കാണാം, അല്ലേ പ്രസാദ്? അതുതന്നെയാണ് ഷിഹാസെ. വഞ്ചിയൂർ ACJM-ൽ കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം കോടതിയുടെ തീരുമാനം നമുക്കറിയാൻ കഴിയും. ജാമ്യം കൊടുത്ത് വിട്ടയക്കുമോ അതല്ല റിമാൻഡ് ചെയ്യുമോ എന്നുള്ളതാണ് അറിയാനുള്ള ആകാംക്ഷ. നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ വൈകിട്ട് പിടികൂടി, ഇന്ന് ഉച്ചയോടുകൂടി ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയാക്കി 3 മണിക്ക് മുമ്പ് തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. കഴിഞ്ഞ കുറേ കാലമായി വർഗീയ പരാമർശങ്ങളായിരുന്നു ടി.ജി. മോഹൻദാസ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് CJPയുടെ സമരം കഴിഞ്ഞതിന് പിന്നാലെ അതിരൂക്ഷമായ, വളരെ മോശമായ പദപ്രയോഗങ്ങളായിരുന്നു നടന്നിരുന്നത്. ഞാനായിരുന്നുവെങ്കിൽ വെടിവെച്ച് കൊന്നേനെ, അതുപോലെ തന്നെ സ്ത്രീവിരുദ്ധമായ ഒട്ടേറെ പരാമർശങ്ങൾ, അധിക്ഷേപങ്ങൾ. അതിനെ തുടർന്നാണ് വ്യാപകമായ പരാതി പല കോണുകളിൽ ഉണ്ടാകുന്നത്. നേരത്തെയും മതന്യൂനപക്ഷങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായി വളരെ മോശം പരാമർശങ്ങൾ അടങ്ങിയ വാചകങ്ങളായിരുന്നു നേരത്തെയും ടി.ജി. മോഹൻദാസ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കേരളത്തിലെ BJP നേതാക്കൾ, അതല്ലെങ്കിൽ RSS നേതാക്കൾ പോലും പറയാത്ത രീതിയിലുള്ള അങ്ങേയറ്റം വർഗീയ ചുവയുള്ള വാക്കുകളായിരുന്നു പലപ്പോഴും ഈ ടി.ജി. മോഹൻദാസ് ഉപയോഗിച്ചിരുന്നത്. അതിനിടയിലാണ് CJPയുടെ സമരവും സ്ത്രീകളെ വളരെ മോശക്കാരായി അധിക്ഷേപിക്കുന്ന പരാമർശവും എല്ലാം വന്നതോടുകൂടിയാണ് പല ഭാഗങ്ങളിൽ നിന്നും പോലീസിലേക്ക് പരാതി വന്നത്. അങ്ങനെ ജൂലൈ മാസം 29-ാം തീയതിയാണ് ടി.ജി. മോഹൻദാസിനെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്ന തിരുവനന്തപുരത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ. പക്ഷെ 11 ദിവസം ആ FIR-ൽ ഒരു നടപടിയും കേരള പോലീസ് എടുത്തില്ല എന്നുള്ളതാണ്. ഇത്രയേറെ വർഗീയത നിറഞ്ഞ വാചകങ്ങൾ ഉണ്ടായിട്ട് പോലും ടി.ജി. മോഹൻദാസിനെ തൊടാൻ പോലീസ് തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ ഇന്നലെ അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിരൂക്ഷമായ വിമർശനങ്ങൾ പോലീസിനെതിരെ ഉയർന്നു. പ്രത്യേകിച്ച് കേരള പോലീസിന്റെ സാമൂഹ്യ മാധ്യമ പേജുകളുടെ അടിയിൽ RSS ആണോ കേരള സംസ്ഥാനം ഭരിക്കുന്നത് എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. അതിന് പിന്നാലെയാണ് ഇന്നലെ ഉച്ചതിരിഞ്ഞ് വൈകിട്ട് ഏതാണ്ട് 5 മണിയോടുകൂടി കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലുള്ള ടി.ജി. മോഹൻദാസിന്റെ വീട്ടിലേക്ക് തിരുവനന്തപുരത്തു നിന്നുള്ള സൈബർ പോലീസ് സംഘം എത്തുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്ത് വീട്ടിൽ നിന്ന് മറ്റു ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളെല്ലാം പോലീസ് തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് പുലർച്ചെ 1:30 തിരുവനന്തപുരത്ത് എത്തിച്ചു. നേരത്തെ ഷിഹാസ് പറഞ്ഞതുപോലെ ഇതിനിടയിലെല്ലാം എന്താണ് പ്രസാദ്? ഇതിനിടയിലെല്ലാം ടി.ജി. മോഹൻദാസിനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഒരു മറുപടിയും ഇതിനെക്കുറിച്ച് പറയാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ടി.ജി. മോഹൻദാസിന്റെ സാമൂഹ്യ മാധ്യമ പേജുകളിൽ നേരത്തെ പറഞ്ഞ പരാമർശങ്ങൾ അടങ്ങിയ, അധിക്ഷേപങ്ങൾ അടങ്ങിയ പോസ്റ്റുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അല്പസമയത്തിനകം തന്നെ കോടതിയിൽ നിന്നുള്ള തീരുമാനം. CJP പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ താനായിരുന്നുവെങ്കിൽ വെടിവെച്ച് കൊല്ലുമായിരുന്നു. അവിടെ പങ്കെടുത്ത പെൺകുട്ടികൾ, ഇടത് പ്രവർത്തകർ, CJP പ്രവർത്തകർ, ആ സമരത്തിൽ അണിനിരുന്ന വിദ്യാർത്ഥിനികൾ, ഇവർ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് എന്നുള്ള വൃത്തികേട്, വിദ്വേഷം, സ്ത്രീ വിരുദ്ധത പച്ചയ്ക്ക് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തുറന്നു പറഞ്ഞ വ്യക്തിയാണ് ടി.ജി. മോഹൻദാസ്. അയാളെയാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്.